ഇതാണ് നമ്മുടെ ന്യൂ ചാപ്റ്റർ. ഓക്കെ, നമ്മൾ ഇതുവരെ വേർഡിനെ കുറിച്ചായിട്ട് ഇന്ന് പഠിച്ചിരുന്ന മൈക്രോസോഫ്റ്റ് വേർഡിനെ കുറിച്ച്. വേർഡ് എന്ന് പറയുന്നത് ഒരു വേർഡ് പ്രോസസ്സിങ് സോഫ്റ്റ്വെയർ ആയിരുന്നു അല്ലേ. അതുപോലെ തന്നെ വേറൊരു സോഫ്റ്റ്വെയറാണ് MS PowerPoint 2007 എന്ന് പറയുന്നത്. പവർ പോയിൻ്റ് പറയുന്നത് ഒരു പ്രസൻറ്റേഷൻ സോഫ്റ്റ്വെയർ ആണ്. വേർഡ് എന്ന് പറയുന്നത് ഒരു വേർഡ് പ്രോസസ്സറാണ്. ഓക്കെ, ഈ പവർ പോയിൻ്റ് എന്താണ്? ഒരു ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആണ്. സോഫ്റ്റ്വെയർ 2 ടൈപ്പ് ഉണ്ട് എന്ന് പറയാം. നമുക്കറിയാം, സിസ്റ്റം സോഫ്റ്റ്വെയറും ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറും. അതിൽ പവർ പോയിൻ്റ് എന്ന് പറയുന്നത് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആണ്. ഈ പവർ പോയിൻ്റ് MS ഓഫീസിൻ്റെ, അതായത് മൈക്രോസോഫ്റ്റ് ഓഫീസാണ് ഈ ഒരു പവർ പോയിൻ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് അല്ലേ. MS ഓഫീസ് നമുക്കറിയാം, MS വേർഡ് അല്ലെങ്കിൽ MS ഓഫീസ്. നമ്മൾ സ്റ്റാർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് അതിൽ ഓൾ പ്രോഗ്രാംസിൽ MS ഓഫീസാണ് നമ്മൾ ഒരു ഫയലാണ് നമ്മൾ ക്ലിക്ക് ചെയ്യുന്നത് അല്ലേ. ഈ ഫയലിൽ ഒരുപാട് പ്രോഗ്രാംസ് ഉണ്ടാവും. ഈ ഫയലിനെ നമ്മൾ ടോട്ടലായിട്ട് പറയുന്ന പേരാണ് MS ഓഫീസ് പാക്കേജ്. MS ഓഫീസ് പാക്കേജ് എന്ന് പറയാൻ കാരണം അതിൻ്റെ ഉള്ളിൽ ഒരുപാട് പ്രോഗ്രാംസ് ഉണ്ട്. ഒരുപാട് സബ് പ്രോഗ്രാംസ് ഉള്ളതുകൊണ്ടാണ് MS ഓഫീസ് പാക്കേജ് എന്ന് പറയുന്നത്. അതിൽ പെട്ട കുറച്ച് സോഫ്റ്റ്വെയറാണ് വേർഡ്, പവർ പോയിൻ്റ്, സ്പ്രെഡ്ഷീറ്റ് എന്നൊക്കെ പറയുന്നത് ഇതിൽ പെട്ട കുറച്ച് സോഫ്റ്റ്വെയറാണ്. അപ്പോൾ MS ഓഫീസ് പാക്കേജിലെ ഒരു സോഫ്റ്റ്വെയറാണ് പവർ പോയിൻ്റ് എന്ന് പറയുന്നത്. MS PowerPoint 2007 എന്ന് പറയുന്നത്. എന്താണ് ഒരു പവർ പോയിൻ്റ്? PowerPoint is a presentation software quite popular in business world. It is used to create presentation. ഒരു പവർ പോയിൻ്റ് എന്ന് പറയുന്നത് ഒരു പ്രസൻറ്റേഷൻ സോഫ്റ്റ്വെയർ ആണ്. പ്രസൻറ്റേഷൻ എന്ന് പറഞ്ഞതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? നമ്മളൊരു അവതരണം നടത്തുക അല്ലേ. ഇപ്പം നമ്മൾ എന്തെങ്കിലും ഒരു ക്ലാസ് എടുത്തു കഴിഞ്ഞു, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ടോപ്പിക്ക് തന്നു, ആ ടോപ്പിക്കിനെ കുറിച്ച് നിങ്ങൾ ഫ്രണ്ട്സിന് നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്യണം, അല്ലെങ്കിൽ ആ ഫ്രണ്ട്സിന് മനസ്സിലാക്കി കൊടുക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രസൻറ്റ് ചെയ്യണം അല്ലേ. ഇപ്പോൾ ഒരു പവർ പോയിൻ്റ് വെച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അതിലെ പിക്ചേഴ്സ് ആഡ് ചെയ്യാം, സൗണ്ട്സ് ആഡ് ചെയ്യാം, ഇതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. അതാണ് പവർ പോയിൻ്റ് പ്രസൻറ്റേഷൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വാളിറ്റി. ഈസി ആയിട്ട് നമുക്ക് നമ്മുടെ ഒരു ഐഡിയാസ് നമ്മുടെ ഓഡിയൻസിന് കൺവേ ചെയ്യാൻ കഴിയും പ്രസൻറ്റേഷൻ കൊണ്ട് അല്ലേ. അപ്പോൾ നമ്മൾ നമ്മുടെ ലാബിൽ എന്ത് ചെയ്യലുണ്ട്, നമ്മുടെ പ്രൊജക്ടറൊക്കെ വെച്ചിട്ട് നമ്മൾ നോട്ടൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ പ്രസൻറ്റ് ചെയ്യുന്നത് പവർ പോയിൻറ്റിലാണ്. ഓരോ പോയിൻ്റായിട്ടാണ് പവർ പോയിൻറ്റിൽ പ്രസൻറ്റ് ചെയ്യൽ അല്ലേ. PowerPoint is a presentation software quite popular in the business world. ബിസിനസ് വേൾഡിലാണ് ഇത് കാര്യമായിട്ട് യൂസ് ചെയ്യൽ. ബിക്കോസ് അവരുടെ ഓരോ ഐഡിയാസൊക്കെ അവരുടെ മാനേജേഴ്സ് അല്ലെങ്കിൽ ഈ ഒരു പ്രൊജക്റ്റ് മാനേജേഴ്സ് അവരുടെ ഹോൾ ക്രൂവിന് വേണ്ടിയിട്ട് ആ ടീമിന് പ്രസൻറ്റ് ചെയ്യാൻ അതെന്തൊക്കെയാണ് അവരുടെ ഐഡിയാസ് എന്നുള്ളത് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയറാണ് ഈ പവർ പോയിൻ്റ് പ്രസൻറ്റേഷൻ എന്ന് പറയുന്ന ഈ ഒരു സോഫ്റ്റ്വെയർ. അതിനാണ് മെയിനായിട്ട് ഈ സോഫ്റ്റ്വെയർ യൂസ് ചെയ്യുന്നത്. ബിസിനസ്സിലൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. പിന്നെ അതേപോലെ ടീച്ചേഴ്സ് ക്ലാസ് എടുക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യും. പിന്നെ അതേപോലെ ഓരോ സെമിനാർസിൽ ഒക്കെ നമ്മൾ ഈ പവർ പോയിൻ്റ് യൂസ് ചെയ്യും. ഇറ്റ് ഈസ് യൂസ്ഡ് ടു ക്രിയേറ്റ് പ്രസൻറ്റേഷൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പവർ പോയിൻ്റ് പ്രസൻറ്റേഷൻ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറിനെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് presentation. A presentation is a structure ഡെലിവറി ഓഫ് ഇൻഫർമേഷൻ. ഒരു സ്ട്രക്ചർ ഉണ്ടാവും പ്രസൻറ്റേഷന്. സ്ട്രക്ചർ ഡെലിവറി ഓഫ് ഇൻഫർമേഷനാണ് നമ്മൾ എന്താ പറയുന്നത്, പ്രസൻറ്റേഷനാണ്. ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു ഫോം ഉണ്ടാവും അതിന്. സ്ട്രക്ചർ എന്ന് പറയുന്നത് എന്താണ്, ഒരു പ്രത്യേക എന്തെങ്കിലും ഒരു ഫോർമാറ്റിൽ ഉണ്ടായിരിക്കും ഇതിന്. ഈ പ്രസൻറ്റേഷൻ ഈസ് എ സ്ട്രക്ചർ ഡെലിവറി ഓഫ് ഇൻഫർമേഷൻ. ഇറ്റ് ഈസ് എ സിസ്റ്റമാറ്റിക് ഡിസ്പ്ലേ ഓഫ് ഇൻഫർമേഷൻ അലോങ് വിത്ത് ദ ഗ്രാഫിക്സ്, മൂവീസ് ആൻഡ് സൗണ്ട്സ് ഓഫ് ദിസ് ഡിസ്പ്ലേസ് ടുഗദർ ഓൺ ദ സ്ക്രീൻ. നമുക്കൊരു പ്രസൻറ്റേഷനിൽ എന്തൊക്കെ ഉൾക്കൊള്ളിക്കാം? ഗ്രാഫിക്സ് ഉൾക്കൊള്ളിക്കാം, മൂവീസ് ഉൾക്കൊള്ളിക്കാം, അതേപോലെ സൗണ്ട്സും. ഇത്രയും കാര്യങ്ങളൊക്കെ നമുക്ക് ആഡ് ചെയ്തിട്ട് ഒരു പ്രസൻറ്റേഷൻ ഡിസ്പ്ലേ ചെയ്യാം. ഒരു പ്രസൻറ്റേഷൻ എന്ന് പറയുന്നത് എന്താണ്, ഈസ് എ സ്ട്രക്ചർ ഡെലിവറി ഓഫ് ഇൻഫർമേഷൻ. ഒരു പ്രത്യേക ഫോർമാറ്റിലായിരിക്കും ഇതിൻ്റെ ഒരു ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവുക, ഒരു പ്രസൻറ്റേഷൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവുക. അത് നമ്മുടെ ഓഡിയൻസിന് നമ്മൾ എന്ത് ചെയ്യും, പ്രസൻറ്റ് ചെയ്യാണ്. ഒരു പ്രത്യേക സ്ട്രക്ചർ ഉണ്ടായിരിക്കും. ഇൻഫർമേഷൻ കൺവേ, അതായത് ഇപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞ ബിസിനസ്സിലുള്ള ഐഡിയ ഒക്കെ കൺവേ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലുള്ള ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറിനെ യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക ഫോർമാറ്റിലായിരിക്കും ഇതിനെ നമ്മൾ പ്രസൻറ്റ് ചെയ്യുക അല്ലേ. ഈ നമ്മുടെ പ്രസൻറ്റേഷൻ കൂടുതൽ അട്രാക്റ്റീവ് ആക്കാൻ വേണ്ടിയിട്ട്, അതായത് കൂടുതൽ ആൾക്കാർ ഇരിക്കാൻ വേണ്ടിയിട്ട്, അപ്പോൾ നമ്മൾ
എന്തെങ്കിലും ഒരു സെമിനാർ നടത്താൻ നമുക്കറിയാം കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ബോറടിക്കും അല്ലേ. അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് വീഡിയോസും സൗണ്ട്സും ഗ്രാഫിക്സും ഒക്കെ വരികയാണെങ്കിൽ നമുക്ക് എന്തായിരിക്കും കുറച്ചും കൂടെ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. അതുപോലെ കുറച്ചും കൂടെ മനസ്സിലാവാനും ഈസി ആയിരിക്കും. അതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയറാണ് പവർ പോയിൻറ്റ് പ്രസൻറ്റേഷൻ എന്ന് പറയുന്ന മൈക്രോസോഫ്റ്റിൻ്റെ ഈ ഒരു ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ. പ്രസൻറ്റേഷൻ എന്ന് പറയുന്നത് ഈസ് എ സ്ട്രക്ചർ ഡെലിവറി ഓഫ് ഇൻഫർമേഷൻ. എ പ്രസൻറ്റേഷൻ ഈസ് എ സ്ട്രക്ചർ ഡെലിവറി ഓഫ് ഇൻഫർമേഷൻ. ഓക്കെ. A presentation consists of a number of slides. These slides are grouped together a sequence to form a slide show. ഒരു പ്രസൻറ്റേഷനിൽ ഒരുപാട് സ്ലൈഡുകളുണ്ടാവും. സ്ലൈഡുകൾ എന്ന് പറയുന്നത് മീൻസ് പേജസ്. ഇപ്പോൾ നമ്മൾ ഓരോ പേജിലും റൈറ്റ് ചെയ്യുന്നത് സ്ലൈഡിലാണ്. ആ പേജസിനെ പറയുന്ന പേരാണ് സ്ലൈഡ് എന്ന് കേട്ടോ. ഇനി കൺഫ്യൂഷൻ എടുക്കണ്ട. നമുക്ക് ഓരോ വൈറ്റ് പേജ് ഇങ്ങനെ ഓപ്പൺ ആയിട്ട് വരും. അതൊരു സ്ലൈഡ് രൂപത്തിലായിരിക്കും മൂവ് ചെയ്യുക. സോ അതിന് നമ്മൾ എന്താ പറയുക, ഈ പേജസിനെ നമ്മൾ പവർ പോയിൻറ്റ് പ്രസൻറ്റേഷനിൽ പറയുന്ന പേരാണ് സ്ലൈഡുകൾ. എ പ്രസൻറ്റേഷൻ കൺസിസ്റ്റ് ഓഫ് എ നമ്പർ ഓഫ് സ്ലൈഡ്സ്. ഒരു പ്രസൻറ്റേഷനിൽ നമ്പർ ഓഫ് സ്ലൈഡുകൾ ഉണ്ടാകും. ചിലപ്പോൾ ഒരു സ്ലൈഡ് ആവാം, അല്ലെങ്കിൽ 5 സ്ലൈഡ് ആവാം, 100 സ്ലൈഡ് ഉണ്ടാവാം. അങ്ങനെ നമ്പർ ഓഫ് സ്ലൈഡുകളാണ് ഒരു പ്രസൻറ്റേഷൻ എന്ന് പറയുന്നത്. ദി സ്ലൈഡ്സ് ആർ ഗ്രൂപ്പ്ഡ് ടുഗദർ എ സീക്വൻസ് ടു ഫോം എ സ്ലൈഡ് ഷോ. ഈ സ്ലൈഡിനെ നമ്മളൊരു ഷോ ആക്കിയിട്ട് ചെയ്യും. സ്ലൈഡ് ഷോ എന്നാണ് നമ്മൾ ഓപ്ഷനെ പറയുക. നമ്മൾ ഒരു ഷോ പോലെ നമുക്ക് ഈ ഓരോ സ്ലൈഡുകളും വ്യൂ ചെയ്യാൻ പറ്റും. ഓട്ടോമാറ്റിക്കലി മൂവ് ചെയ്തിട്ട് നമുക്കിങ്ങനെ കാണാൻ പറ്റും. ആ ഒരു സീക്വൻസിനെ ഒരു നമ്മളെ സ്ലൈഡുകളെ സീക്വൻസ് രൂപത്തിലാക്കിയിട്ട് നമുക്ക് ഒരുമിച്ച് സ്ക്രീനിൽ കാണാൻ കഴിയും. ഇതിനെ പറയുന്ന പേരാണ് സ്ലൈഡ് ഷോ. ദി സ്ലൈഡ്സ് ആർ ഗ്രൂപ്പ്ഡ് ടുഗദർ എ സീക്വൻസ് ടു ഫോം എ സ്ലൈഡ് ഷോ. ഈ എല്ലാ സ്ലൈഡുകളെയും ഗ്രൂപ്പാക്കിയിട്ട് അതിനൊരു സീക്വൻസ് ഉണ്ടാവും. സീക്വൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു ഓർഡർ 1 by 1 ആയിട്ട് എന്തെങ്കിലും ഒരു ഓർഡർ ഉണ്ടാവും. അല്ലെങ്കിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഓർഡറിലോ നമുക്ക് ഇതിനെന്ത് ചെയ്യാം, സ്ലൈഡ് ഷോ ആക്കിയിട്ട് നമുക്ക് വ്യൂ ചെയ്യാൻ പറ്റും. അപ്പോൾ പ്രസൻറ്റേഷൻ എന്താണ്, കൺസിസ്റ്റ് ഓഫ് നമ്പർ ഓഫ് സ്ലൈഡ്. ഒരു പ്രസൻറ്റേഷനിൽ നമ്പർ ഓഫ് സ്ലൈഡ്സ് ഉണ്ടാവും. ഈ സ്ലൈഡ്സിനെ നമുക്ക് വ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, ദീസ് സ്ലൈഡ്സ് ആർ ഗ്രൂപ്പ്ഡ് ടുഗദർ എ സീക്വൻസ് ടു ഫോം എ സ്ലൈഡ് ഷോ. ഓക്കെ. ഇനി വാട്ട് ഈസ് എ സ്ലൈഡ് ഷോ എന്നുള്ളതിന് ആൻസറാണ് സ്ലൈഡ് ഷോ ഈസ് ആൻ ഇലക്ട്രോണിക് പ്രസൻറ്റേഷൻ ഡിസ്പ്ലേ ഓൺ എ കമ്പ്യൂട്ടർ സ്ക്രീൻ. ഒരു കമ്പ്യൂട്ടർ സ്ക്രീനിലുള്ള ഇലക്ട്രോണിക്കലി പ്രസൻറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ സ്ലൈഡ് ഷോ എന്ന് പറയുന്നത്. ഒരു ഇലക്ട്രോണിക് പ്രസൻറ്റേഷനാണ് സ്ലൈഡ് ഷോ എന്ന് പറയുന്നത്. സ്ലൈഡ് ഷോ ഈസ് ആൻ ഇലക്ട്രോണിക് പ്രസൻറ്റേഷൻ ഡിസ്പ്ലേ ഓൺ ദ കമ്പ്യൂട്ടർ സ്ക്രീൻ. കമ്പ്യൂട്ടർ സ്ക്രീനിലുള്ള ഒരു ഇലക്ട്രോണിക് പ്രസൻറ്റേഷനാണ് സ്ലൈഡ് ഷോ എന്ന് പറയുന്നത്. ഓക്കെ. നെക്സ്റ്റ് എന്താണെന്നുള്ളത് നോക്കാം നമുക്ക്. എങ്ങനെയാണ് നമ്മൾ MS പവർ പോയിൻ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്, എങ്ങനെയാണ് നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളത് നോക്കാം. നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പൊക്കെ നമ്മുടെ സെയിം ആസ് വേർഡ് പ്രൊസസ്സർ ഓപ്പൺ ചെയ്യുന്ന പോലെ തന്നെയാണ്. അതിൽ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ക്ലിക്ക് സ്റ്റാർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ആൻഡ് സെക്കൻഡ് സ്റ്റെപ്പ് ക്ലിക്ക് ഓൾ പ്രോഗ്രാംസ്. സ്റ്റാർട്ട് ബട്ടണിൽ എന്തുണ്ടാവും, ഓൾ പ്രോഗ്രാംസ് ഉണ്ടാവും, അത് ക്ലിക്ക് ചെയ്യുക. സ്റ്റെപ്പ് 3 ക്ലിക്ക് അല്ല കേട്ടോ അവിടെ ഉള്ളത്, ക്ലിക്ക് എന്നാണ്. അതൊന്ന് ജസ്റ്റ് കറക്റ്റ് ചെയ്യണേ. സ്റ്റെപ്പ് 3 ക്ലിക്ക് മൈക്രോസോഫ്റ്റ് ഓഫീസ് എന്നുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പാക്കേജ് ആയിരിക്കും. ഈ പാക്കേജിൻ്റെ ഉള്ളിൽ ഒരുപാട് പ്രോഗ്രാംസ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ ക്ലിക്ക് മൈക്രോസോഫ്റ്റ് ഓഫീസ് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ, ആ സ്റ്റെപ്പ് കഴിയുമ്പോൾ നമുക്ക് മൈക്രോസോഫ്റ്റ് ഓഫീസ് പാക്കേജിലുള്ള ഒരുപാട് പ്രോഗ്രാംസ് വ്യൂ ചെയ്യും. അത് ജസ്റ്റ് ഏതൊക്കെയാണെന്നുള്ളത് ജസ്റ്റ് ചെക്ക് ചെയ്യുക. ആൻഡ് ഫോർത്ത് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ക്ലിക്ക് മൈക്രോസോഫ്റ്റ് ഓഫീസ് പവർ പോയിൻറ്റ് 2007 എന്നുള്ള പ്രോഗ്രാം അതിൽ നിന്ന് എടുത്തിട്ട് ക്ലിക്ക് ചെയ്യുക. അത് നമ്മൾ സെലക്ട് ചെയ്തതിന് ശേഷം ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു പവർ പോയിൻറ്റ് പ്രസൻറ്റേഷൻ ചെയ്യാനുള്ള മൈക്രോസോഫ്റ്റിൻ്റെ ഈ ഒരു ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ഓപ്പൺ ആയിട്ട് വരും. ഓക്കെ. ഈ ഒരു സ്ക്രീനിൽ എഴുതി കാണിക്കുന്ന എല്ലാതും നോട്ട്സാണ്. ആ നോട്ട്സ് കറക്റ്റാക്കിയിട്ട് എഴുതുക. എന്നിട്ട് എനിക്ക് പേഴ്സണലി സെൻഡ് ചെയ്യാം. ഓക്കെ. ഇനി എക്സാമിൻ്റെ തലേന്ന് പറഞ്ഞിട്ടില്ലായിരുന്നു പറയരുത്. നമ്മൾ നോർമലി നമ്മുടെ ക്ലാസ്സിലൊക്കെ നമ്മൾ ചെയ്യുന്നതാണ്. ഇതുപോലെ പവർ പോയിൻറ്റിൽ ഇട്ടിട്ട് നമ്മൾ സ്ക്രീനിൽ വെച്ചിട്ട് ചെയ്യാറാണ് പതിവ്. അതുപോലെ നോട്ട് എഴുതുക, എനിക്ക് പേഴ്സണലായിട്ട് സെൻഡ് ചെയ്യാം. ഓക്കെ. എന്തെങ്കിലും മനസ്സിലാകാത്ത പോർഷൻ ഉണ്ടെങ്കിൽ അതെനിക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് ചെയ്ത് ചോദിക്കാവുന്നതാണ്. ഇന്ന് തന്നെ ക്ലിയർ ചെയ്തിട്ട് പോവുക. ഒന്നെങ്കിൽ മാക്സിമം എന്ത് ചെയ്യുക, നോട്ട് എഴുതിയിട്ട്
എനിക്ക് സെൻഡ് ചെയ്യുക. ഓക്കെ.